ഹേ ഗായ്സ് വാട്സാപ്പ് എല്ലാ മിച്ചർക്കും പുതിയൊരു ലെക്സ് ആണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു നമ്മുടെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ വരുന്ന ബ്ലോക്ക് സോയിഡ് IO എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ വേറൊരു വേർഷനാണ്. സോ സോ ഇതിനകത്ത് ഏകദേശം മൈൻക്രാഫ്റ്റിൻ്റെ അതേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിനകത്തൊരു വീഡിയോ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാതിരിക്കുകയാണ്, ഇതിനകത്ത് ഞാൻ എന്തൊക്കെ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാം. നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ എൻ്റെ റൂം ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇത്രയും നാളും ഞാൻ കുറേ നാളായി, ഏതാണ്ട് 1 വർഷത്തോളം ഞാൻ ഈ ഗെയിം കളിക്കുകയാണ്. ഒരു വർഷം മൊത്തം ഞാൻ ഈ ഒരൊറ്റ വീട്ടിലാണ് ഈ മൈൻക്രാഫ്റ്റ് ജീവിച്ചിരുന്നത്. സോ ഇതായിരുന്നു എൻ്റെ ബെഡ്റൂം. ഇവിടെ എന്തൊരു സംഭവം ഉണ്ടല്ലോ. ഇവിടെ അല്ലായിരുന്നല്ലോ. ഞാനിപ്പോ അതൊക്കെ അതുകൊണ്ട് എവിടാണെന്ന് അറിയത്തില്ല. ഇത് തന്നെ, ഇതായിരുന്നു ഞങ്ങളുടെ ബാത്റൂം, എൻ്റെ ബാത്റൂം. സോറി, ഇതെൻ്റെ ഇതായിരുന്നു നമ്മുടെ ബെഡ്റൂം. അപ്പം ഞാൻ ഇവിടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. ഈ വാളൊന്നും ഇതല്ലായിരുന്നു, ഇതൊക്കെ വുഡായിരുന്നു. പാമ്പുണ്ടായിരുന്നു. പാമ്പല്ലല്ലോ, പൈൻ ലോഗ് അത് തന്നെ. സോ അതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. സോ അപ്പം ഞാൻ എൻ്റെ റൂമിൽ അപ്ഗ്രേഡ് ചെയ്തു. സോ ഇനി വൈറ്റ് ഹൗസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇന്നത്തെ വീഡിയോ ചെറിയ സമയം കൊണ്ട് നമുക്ക് ഈ വീടൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത ഗൈസ്. നിങ്ങളെന്താ പറയുന്നത്, കുറച്ച് സമയം എടുക്കും ഗൈസ്. നമുക്ക് വീഡിയോ കൂടുതൽ ലെങ്ത് ഇല്ല, നമുക്കൊരു നല്ല വീഡിയോ. സോ നമുക്കൊരു ആദ്യം തന്നെ നമ്മുടെ ഈ റൂമിൽ നല്ലൊരു ഇതുണ്ടാകണം. സോ അത് വരുന്നുണ്ടോ, ഞാൻ വാങ്ങിക്കണം. മറ്റേ ഈ ബ്ലൂ സെറാമിക് വയ്ക്കണം. ഇവിടെ ബ്ലൂ സെറാമിക് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഐ തിങ്ക് സോ. നോക്കാം. ഇതിപ്പോ കുറച്ചും കൂടെ കൊള്ളായി. ഈ ലുക്ക് മേലോട്ട് ഇങ്ങനെ കൊടുത്തു നോക്കാം, എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ പറ. അപ്പം നിങ്ങൾ കമന്റിൽ പറയുന്ന കണക്ക് ഞാൻ സോ ഇവിടെ all the way to the blue ceramic. ഞാൻ ഇങ്ങനത്തെ ഗെയിമിൽ ആദ്യമായിട്ട് വെച്ചു ഇങ്ങനെ വീടൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നു. പിന്നെ എനിക്ക് ഈ വീടുണ്ടാക്കി തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ കേട്ടോ. ഞാനും അവനും കൂടാണ് ആദ്യമായിട്ട്. ഞാനിത് കളിച്ച് ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് അവനെ ഞാൻ കാണുന്നത്. ഇവിടെ അവന്റെ വീട് എവിടാന്ന് എനിക്ക് അറിയത്തില്ല. നോക്കട്ടെ, അവന്റെ വീട്ടിൽ പോകാൻ പറ്റുമോ നോക്കാം. പറ്റില്ലെങ്കിൽ നമുക്ക് വേറൊരു ദിവസം കാണാൻ വഴിയില്ല. ഇനി 6 മിനിറ്റ് നമുക്ക് വീട് വേറൊരു ദിവസം അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. എന്താ പറയുക, we can upgrade the house at any time. ഏത് സമയത്ത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. നമുക്കിപ്പോൾ അവൻ്റെ വീട്, ഇത് അവനുണ്ടാക്കിയത് ഒരു വീടുണ്ടാക്കണമെന്ന് പറഞ്ഞു. ഇതാണ് എനിക്ക് ആദ്യം ഉണ്ടാക്കുന്ന വുഡ് കൊണ്ടുണ്ടാകാൻ വേണ്ടി വെച്ചിരുന്ന ആ ഒരു ഇത്. സോ ഇത് ആദ്യം ഇവിടെ പണിയാണ്ട് ഇവിടെ സ്പേസ് കണ്ടില്ല എന്നപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അവിടെ. പക്ഷെ അവിടെ ഒരു വലിയ വമ്പം കുഴി വന്നിട്ടുണ്ട്. എന്തുവാ
ഞങ്ങളവിടെ വേറൊരു കൂട്ടരുണ്ട്, ഒരു ഭ്രാന്തനാണ്. സോ അവൻ വന്നിട്ട് ഞങ്ങളുടെ മൊത്തം അലമ്പാക്കി. എന്നിട്ട് ഈ ഗെയിമിൽ ന്യൂക്ലിയർ ബോംബ് അടക്കത്തൊരു സാധനമുണ്ട്, അത് ചീറ്റ് കോഡ് വെച്ചിട്ട് അടിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ബിൽഡ് ചെയ്ത് ഡയമണ്ട് ബ്ലോക്ക് വെച്ച് എൻ്റെ അമ്മ യൂസ് ചെയ്യും. ജസ്റ്റ് ഡയമണ്ട് ബ്ലോക്ക് വെച്ച് ഞങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങളുടെ ഒരു മാത്രമല്ല കേട്ടോ ഈ ലോബിയിലുള്ളത്. ഇതിലല്ലോ ലോബിയിലുള്ളവരെ കണ്ടുപിടിക്കുന്നത് അല്ല, ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ചെറിയ പണിയുണ്ട്. തന്നെ ഞങ്ങൾ ബിൽഡ് ചെയ്ത് അവൻ ഇവിടെ കുറച്ചാൾ താമസിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവന് വേറെ എങ്ങോട്ടോ എന്തൊരു കാര്യത്തിന് പോകണമായിരുന്നു. അപ്പം എനിക്കെന്തോ എഫക്റ്റ് വന്നു. സോ അവൻ ഞങ്ങൾ ഉണ്ടാക്കിയ ഷൂട്ടിംഗ് റേഞ്ച് ആണ്. ഞങ്ങൾ കുറെ പേരുണ്ട് ഇതിനകത്ത്. ഒരു ഭ്രാന്തൻ, ഒരു സൈക്കോ, ഒന്നും അറിയാത്തൊരു വേട്ടാളിയൻ, അങ്ങനെ കുറച്ച് പേരായിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ എപ്പോഴൊന്നും വരാറില്ല. ഏതാണ്ട് കുറെ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ട് ഒരുമിച്ച്. ഓണത്തിന് വന്നിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഞങ്ങൾ കൊണ്ട് ടൂർസൊക്കെ കഴിക്കായിരുന്നു ആദ്യമൊക്കെ. ഇപ്പൊ ഞാൻ ഡയമണ്ടൊക്കെ ആയിരുന്നു. സോ ആദ്യമൊക്കെ ഞങ്ങൾ അതിനകത്തായിരുന്നു സ്വിച്ച് കളിച്ചിട്ടുണ്ട്. സോ ഇതായിരുന്നു ഞങ്ങൾ ഷൂട്ടിങ് കഴിച്ച് കാണിച്ചു തരാം. എന്നിട്ട് ക്രീപ്പർ ഞാൻ ഉണ്ടാക്കിയ ഇങ്ങനെ ഉണ്ടാക്കുക. ഞാൻ യൂട്യൂബ് വീഡിയോ നോക്കിയ ഹൗ ടു മേക്ക് ക്രീപ്പർ ഹെഡ്, ക്രീപ്പർ ഫേസ്. അപ്പൊ പുള്ളി ഒരു ചേട്ടൻ കാണിച്ച ഫേസ് അതൊക്കെ ഞാൻ ചെയ്തത്. അവന്റെ വീടങ്ങ് ദൂരെ, അതേതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ദൂരെ. അവൻ പണ്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു മാർബിൾ. ഞങ്ങൾ കഴിഞ്ഞ ക്രിസ്മസിന് കളിക്കാൻ തുടങ്ങി ഞാനിതായിട്ട്. സോ കഴിഞ്ഞ ക്രിസ്മസ് തീർന്നിട്ട് ക്രിസ്മസ് തുടങ്ങുന്നതിന്, അതായത് നവംബർ പകുതി ആയപ്പോഴും ഞങ്ങൾ കാണുന്നത്. ഞാൻ എൻ്റെ വീട് ബോംബ് വെച്ച് പൊട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു മാർബിൾ ആയിരുന്നു ക്രിസ്മസിന് വേണ്ടി. ഇവിടെ വന്നിട്ട് എന്തൊരു കളി ഉണ്ടായിരുന്നു, ഈ ഓർമ്മയില്ല. അന്ന് കളിച്ചേ ഇത് ചെടി നിങ്ങൾക്കറിയാം. ഇത് കോട്ടൺ മരുഭൂമിയിൽ അവൻ കുറെ എന്തൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്ന കേട്ടെ. അത് കഴിഞ്ഞ ദിവസം മൊത്തം ലാവ പിച്ചൈസ് വലിയൊരു ബോൾ ലാവ. എൻ്റെ പൊന്നെ, ലാവയും കുണ്ടും പുഴിയൊക്കെ ഇവിടെ മൊത്തം. ഇവിടെ ഒന്നും വേറെ ഒന്നുമില്ല. ഇവിടെ ലാൻഡ് വന്നിരിക്കുന്നത്. സോ നമുക്ക് തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. ഇവിടെ നിന്ന പണിയാണ്. മരുഭൂമി ചില സമയത്ത് ഞാൻ കാണാതെ പോകാറുണ്ട്. കാണാതെ പോയിട്ട് നമ്മൾ ബീനൊക്കെ ഇട്ട് സെറ്റ് ഹോം ഞാൻ കൊടുക്കണം. ഞാൻ അപ്ഗ്രേഡ് ചെയ്ത വീട് ഞാൻ സെറ്റ് ഹോം കൊടുത്തിട്ടില്ല. സോ ഞാൻ അവിടെ കളഞ്ഞു. അതോടെ എൻ്റെ കാര്യം തീർന്നു. ഓക്കെ, സോ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ തിരിച്ചു പോകണേ. അവനെ ഞാൻ പിന്നൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. അവന് എവിടാന്ന് എനിക്ക് അറിയില്ല. നോക്കാം. ഇത് ഞങ്ങളുണ്ടാക്കിയ ഒരു ട്രീ ഹൗസ് ആയിരിക്കും.